ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ചത്തെ ഫുൾ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ സരിയു ശരിക്കും സത്യങ്ങൾ മനസ്സിലാക്കാട്ടോ. നമ്മുടെ മനോഹർ എന്ന് പറഞ്ഞ ശരിക്കും പക്ക ഫ്രോഡാണെന്നുള്ള തെളിവ് സഹിതം സരിയു മനസ്സിലാക്കാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന സരിയുവിന് മനോഹറിനോട് മാത്രമല്ല, സ്വന്തം കുഞ്ഞിനോട് പോലും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ തോന്നും കേട്ടോ. ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാവാണ് ശരിക്കും സരിയു. ഒരു ഭ്രാന്തിയായിട്ട് മാറുന്നുണ്ട്. കാരണം വെച്ചാൽ ദേഷ്യവും അതുപോലെ തന്നെ സങ്കടവും സന്തോഷമൊക്കെ ഓരോരോ സെക്കൻഡാണ് മാറി മാറി മുഖത്ത് വരുന്നത്. വീട്ടിലേക്ക് തിരിച്ചെത്തിയ സരിയു ആണെങ്കിൽ കുഞ്ഞ് തൊട്ടിലേക്ക് കടന്ന് ഭയങ്കര കളിച്ച് ചിരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ. സരിയുവിനെ കാണുമ്പോൾ കുഞ്ഞിന് ഭയങ്കര സന്തോഷമാവാണ്. സ്വന്തം അമ്മയല്ലേ എടുക്കുന്നത്. കുഞ്ഞ് സരിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സരിയുവിന് കുഞ്ഞിനെ കാണുമ്പോൾ മനോഹർ തന്നെ ചതിച്ച ആ ഒരു കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. അതും മനസ്സിൽ വെച്ചുകൊണ്ട് സരിയു കുഞ്ഞിന്റെ അടുത്തേക്ക് രണ്ട് കൈകളും ഇങ്ങനെ കൊണ്ടുപോകാണ്. കുഞ്ഞിന്റെ കഴുത്തിന്റെ അവിടെ പിടിക്കാനായിട്ടാണ് തോന്നുന്നു. ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. കുഞ്ഞങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ സൈക്കോ പോലെ ശരിക്കും ഒരു മെന്റൽ പോലെ സരിയു ഇങ്ങനെ കൊണ്ടുപോകാണ് കൈ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശിന്റെ ഒരു ജോലി സ്ഥലത്തിന് പോകുന്നുണ്ട്. പറയുന്നുണ്ട്, സർ എനിക്ക് ശമ്പളം ഒന്നും വേണ്ട, ഞാനിവിടെ നിന്നോളാം, എനിക്ക് 4 നേരം ഭക്ഷണം മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ ഒരു ജോലിക്ക് കേറുന്നുണ്ട്. പിന്നെ ഒരു അമ്പലത്തിലും പള്ളിയുടെ മുമ്പിലൊക്കെ ഭിക്ഷാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശൻ. അപ്പൊ അമ്മൂമ്മ അത് കണ്ടിട്ട് പറയണ്ട, എടാ പ്രകാശ, നീയുള്ള ജന്മം ഇന്നുള്ള ജന്മം ഇവിടെ തന്നെ ഇരുന്ന് നീ ജീവിതം തീർക്കടാ. പിന്നെ നിനക്ക് സമയം കിട്ടുവാണെങ്കിൽ, നിനക്ക് മനസ്സ് എപ്പോഴെങ്കിലും മാറുവാണെങ്കിൽ കല്യാണി മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചിലപ്പോ നിന്റെ ജീവിതം മാറി മറിയും. നീ പുഴുത്ത് നാറിയിട്ടാണ് ചാവുന്നുണ്ടെങ്കിൽ പ്രകാശ, നിന്നെ നോക്കാൻ എപ്പോഴും അവസാന നിമിഷത്തിലും ഈ കല്യാണി മാത്രമേ ഉണ്ടാവുള്ളൂ. അവൾ നിന്നോട് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിൽ നിന്നോട് അത്രമാത്രം സ്നേഹമുണ്ട്. അത് എനിക്ക് മറ്റേ ആരെക്കാളും എന്നിട്ട് എനിക്കറിയാടാ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മൂമ്മ അവിടെ പോവാണ്. പ്രകാശൻ കല്യാണിയുടെ ഒരു ചെറിയ ഫോട്ടോ സംഘടിപ്പിക്കുകയാണ്. ആരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് മേടിക്കുന്ന ഫോട്ടോയാണ് കേട്ടോ. ആ ഫോട്ടോ നോക്കി പ്രകാശൻ ആ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശൻ ആകെ കല്യാണിനെ കുറിച്ചുള്ള വിചാരം മാത്രമേ പ്രകാശനുള്ളൂ. വേറെ മക്കളെ കുറിച്ച് ഒന്നും ആലോചിക്കുന്നില്ല. പ്രകാശൻ കല്യാണിക്ക് എന്തെങ്കിലും നല്ലത് വരുന്നോന്ന് വെച്ചിട്ട് ദൈവങ്ങളോടൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ശൈന പ്രദക്ഷിണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പുണ്യസ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. എല്ലാത്തിനും പ്രാർത്ഥിക്കുന്നത് കല്യാണിക്ക് നല്ലത് വരണം, കല്യാണി നന്നാവണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കല്യാണിക്ക് ചെയ്ത ക്രൂരതകൾക്കെല്ലാം തന്നെ എണ്ണി 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 ദൈവങ്ങളുടെ മാപ്പ് ചോദിക്കുന്ന പ്രകാശിനെ കാണിച്ചാണ് പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.